ഹായ് ഫ്രണ്ട്സ്. പ്രിലിംസ് ഈ ജൂൺ 16-ാം തീയതി സംഭവിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആദ്യം തന്നെ വിഷ് ചെയ്യുന്നു. എൻ്റെ പേര് ജസ്റ്റിൻ, ഗാലന്റ് AS അക്കാദമീൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ അല്ലെങ്കിൽ 1.5 വർഷത്തെ നിങ്ങളുടെ ഹാർഡ് വർക്ക് അത് പേ ഓഫ് ചെയ്യാൻ പോവാണ്. ഏറ്റവും ഭംഗിയായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കോൺഫിഡൻസോടുകൂടി ഏറ്റവും ബെസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് തന്നെ 16-ാം തീയതി നിങ്ങൾ പ്രിലിംസ് കൊടുക്കുക. ഇനി ഈ ഉള്ള ദിവസങ്ങൾ അവേഴ്സിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഓൾ ഓഫ് യു ഇഫ് പോസിബിൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫൈനൽ എക്സാം ഹാളിൽ നിങ്ങൾ എങ്ങനെയാണോ എക്സാം കൊടുക്കുന്നത് അതേപോലെ AC റൂമൊക്കെ വിട്ട് റിവോൾവിംഗ് ചെയർ ഒക്കെ വിട്ട് ഒരു ഡെസ്കും ബെഞ്ചും സംഘടിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലാസ് റൂം കിട്ടുവാണെങ്കിൽ അവിടെ പോയിരുന്ന് നിങ്ങളൊന്ന് 2 മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് ഒരു PYQ ടെസ്റ്റ് ഒന്ന് എഴുതി നോക്കും. ഏതെങ്കിലും അല്ലെങ്കിൽ PYQs ഷഫിൾ ചെയ്ത ഒരു ടെസ്റ്റ് നിങ്ങൾ ഫുൾ ലെങ്ത് ടെസ്റ്റ് ഒന്ന് എഴുതി നോക്കും. അവിടെ നോയിസ് പൊല്യൂഷൻ ഉണ്ടാവാം, ഡെസ്കിന്റെ കാൽ ഇളകുന്നുണ്ടാവാം, പലതും ഉണ്ടാവാം. പക്ഷെ ഒരു റിയൽ എക്സാം ഹാളിൽ നിങ്ങൾ എങ്ങനെയാണോ ഒരു റിയൽ എക്സാം കൊടുക്കുന്നത് അതേ ഫീലോട് കൂടി ഒരു മോക്ക് നിങ്ങൾ എടുത്തു നോക്കും. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ടൈം മാനേജ്മെന്റ് ആണെങ്കിലും സ്ട്രെസ് മാനേജ്മെന്റ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ശരിക്കും ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ദാറ്റ് ഇസ് മൈ ഫസ്റ്റ് ഹംബിൾ റിക്വസ്റ്റ് ടു ഓൾ ഓഫ് യു. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ ബുക്ക്ലെറ്റ് ഓപ്പൺ ചെയ്തു, എക്സാം ഹാളിൽ കയറി ബുക്ക്ലെറ്റ് ഓപ്പൺ ചെയ്തു, 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദ പ്രോബ്ലം ഈസ് മേ ബി ആദ്യത്തെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ക്വസ്റ്റ്യൻ ക്യാൻ ബി ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്. യു നെവർ സീൻ സച്ച് ക്വസ്റ്റ്യൻസ് ഓർ സച്ച് ടോപ്പിക്സ്. ഇനി റിവേഴ്സിൽ വരുമ്പോൾ 100 തൊട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവിടെയും ടഫ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വാട്ട് യു ഹൗ ടു ടേക്ക് കെയർ ഈസ് ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഇൻ എ സിംഗിൾ ഗോ ഫ്രം ദ ഫസ്റ്റ് ടു ലാസ്റ്റ് ഓർ ഫ്രം ലാസ്റ്റ് ടു ഫസ്റ്റ്. നോട്ട് നീഡഡ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസിൽ എപ്പോഴും UPC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ദർ ആർ എ സർട്ടൻ എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി, പൊളിറ്റി, എൻവയോൺമെന്റൽ സയൻസ്. നമുക്കറിയാം, ഇപ്പൊ ഹിസ്റ്ററിന്റെ ഒരു 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എക്കണോമിന്റെ ഒരു 18-20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എൻവയോൺമെന്റിന്റെ ഒരു 18-20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പൊളിറ്റി ഒരു 12-14 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ജോഗ്രഫി ഉണ്ടാവും. അപ്പോൾ ഈ സബ്ജക്ട് വൈസ് ഓരോ സബ്ജക്റ്റിന്റെയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് നിങ്ങൾക്ക് ആദ്യം ചെയ്യാം. അതിപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് മേ ബി 25-ാമത്തെ ക്വസ്റ്റ്യൻസ് തൊട്ടിട്ടാണെങ്കിൽ അവിടുന്ന് നിങ്ങൾ ചെയ്തോളൂ. ഇനി ജോഗ്രഫി ആണെങ്കിൽ അത് 54 തൊട്ടാണെങ്കിൽ അവിടുന്ന് ചെയ്തോളൂ. എക്കണോമി ആണെങ്കിൽ 31 തൊട്ടാണെങ്കിൽ അവിടുന്ന് ചെയ്തോളൂ. അപ്പൊ നിങ്ങൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണോ ആ സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആദ്യം ചെയ്യാം. അതൊരു 15 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒന്നൊന്നര കോൺഫിഡൻസ് ആണ്. കാരണം നിങ്ങൾ അവിടെ 30 മാർക്ക് സ്കോർ ചെയ്തു. അപ്പോൾ ക്വസ്റ്റ്യൻസ്, ഏത് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണോ അതിന്റെ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തോളൂ. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ബുക്ക്ലെറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ 100 ക്വസ്റ്റ്യൻസും ആദ്യത്തെ ഒരു 7 മിനിറ്റിലോ 10 മിനിറ്റിലോ കംപ്ലീറ്റ്ലി ഒന്ന് സ്കാൻ ചെയ്യുക. അതിനുശേഷം യു കം ടു എ കൺക്ലൂഷൻ ദാറ്റ് ഇതിൽ ഏറ്റവും ഷുവർ ഷോട്ട് ആയിട്ടുള്ള, യു നോ ഫോർ ഷുവർ, അങ്ങനത്തെ ഒരു 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നന്നായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന 25-30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊന്ന് മാർക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ 50-50 രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്ത് രണ്ടെണ്ണത്തിൽ കൺഫ്യൂഷൻ ഉള്ള ഒരു 50-50 ചാൻസസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു 10-40 എണ്ണം അതും ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മേ ബി നിങ്ങൾക്ക് ഒരു 10% അറിയുന്നതോ 20% അറിയുന്നതോ അല്ലെങ്കിൽ ഒട്ടും അറിയില്ലാത്തതോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊന്ന് മാർക്ക് ചെയ്തേക്കാം. അത് ഈ ആദ്യത്തെ 7 മിനിറ്റിൽ അങ്ങ് ചെയ്തേക്കുക. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് റീഡിംഗിൽ ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന, യു നോ ദ ആൻസർ ഫോർ ഷുവർ, അങ്ങനത്തെ ആ 25-30 ക്വസ്റ്റ്യൻസ് ആദ്യം അങ്ങ് ചെയ്തോളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ സബ്ജക്ട് വൈസ് ആയിരിക്കും. ആ 30 ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, 30x2 എന്ന് പറയുമ്പോൾ 60 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ഇനി 50-50ന്റെ ലക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 40 എണ്ണത്തിൽ 20 എണ്ണം തെറ്റിയാലും 20 എണ്ണം ശരിയായി കഴിഞ്ഞാൽ 25 മാർക്ക് കിട്ടി. അപ്പൊ 15 മൈനസ് ചെയ്താലും 25 മാർക്ക് കിട്ടി. 60 + 25 എന്ന് പറയുമ്പോൾ 85 മാർക്ക് കിട്ടി. ശരിയല്ലേ? ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആ ഒരു കാൽക്കുലേഷന്റെ ബേസിസിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഈ 20% ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൽ ഒരു 10 എണ്ണം ചെയ്തു, മേ ബി അതിലൊരു അല്ലെങ്കിൽ ഒരു 5 എണ്ണം ചെയ്തു, അതിൽ 2 എണ്ണം തെറ്റിപ്പോയി, അല്ലെങ്കിൽ 3 എണ്ണം ശരിയായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 5 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ 10 മാർക്ക് കിട്ടും. ആ 10 എണ്ണത്തിൽ 2 എണ്ണം തെറ്റിയാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് 8 മാർക്ക് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഓൾവേസ് ഹാവ് എ കാൽക്കുലേഷൻ. ഓക്കെ. ഞാൻ ഈ പറയാൻ കാരണം വെച്ചാൽ,
ഈ കാർഡടിച്ച് വെടിവെക്കുക അല്ലെങ്കിൽ കറക്കി കുത്തുക എന്നൊരു രീതി ഒഴിവാക്കിയിട്ട് ആക്യുറസിയോട് കൂടിയിട്ട് പ്രിസിഷനോട് കൂടിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസിനെ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കട്ട് ഓഫ് കുറയ്ക്കാനും നിങ്ങളുടെ മാർക്ക് കൂട്ടാനും പറ്റും എന്നുള്ളതാണ്. അതായത് കട്ട് ഓഫിന്റെ മേലെ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇപ്പൊ പലപ്പോഴും ഞാനടക്കം നമ്മുടെ മെന്റേഴ്സ് എല്ലാവരും പറയും നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പേപ്പർ അത്രത്തോളം ഡിഫിക്കൽട്ട് ആവുമ്പോൾ, അത്രത്തോളം ടഫ് ആവുമ്പോൾ ഒരു സാധ്യത നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ലൈക്ക് ടഫ് ആണെങ്കിലും ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ പല ക്വസ്റ്റ്യൻസിനെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ബീറ്റ് അറൌണ്ട് ദ ബുഷ്, you try to apply your educated guess in the questions. Okay, അപ്പം അങ്ങനെയുള്ള എലിമിനേഷൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ വെറുതെ എന്നാൽ ഇത് ശരിയായിരിക്കും അത് ശരിയായിരിക്കും എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മൾട്ടിപ്പിൾ റൗണ്ട്സ് ആണെങ്കിലും ഇറ്റ് ഇസ് നോട്ട് നെസസറി 3 റൗണ്ട്സും 4 റൗണ്ട്സും 5 റൗണ്ട്സ് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് 2 റൗണ്ട്സ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യാൻ പറ്റുന്നത്, ചിലപ്പോൾ 3 റൗണ്ട്സ് ആയിരിക്കും, ഡസൻ മാറ്റർ. പക്ഷെ എത്ര റൗണ്ട്സ് പോയാലും നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ടഫാണ് അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, അപ്പോൾ അതിൽ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഷുവർ ഷോട്ട് ആയിട്ടുള്ള സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ആദ്യം ചെയ്തു പോവുക. ഈ ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ഏറ്റവും അവസാനം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, കട്ട് ഓഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്യുന്നത് ഈ വർഷത്തെ കട്ട് ഓഫ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഈ എത്രയായിരുന്നു 75.41, 75.41. അതിന് മുമ്പ് സംതിങ് 88.22 സംതിങ്. ആ ഒരു കട്ട് ഓഫ് വെച്ചിട്ട് ഒരിക്കലും പേപ്പറിനെ അപ്രോച്ച് ചെയ്യേണ്ട. കാരണം UPC ഈസ് ഓൾവേസ് അൺപ്രഡിക്റ്റബിൾ. ഇറ്റ് ഈസ് നോട്ട് നെസസറി next year you may get the cutoff of something between 80 and 70, not necessary, it may higher, maybe it is 80 above or 90 above. അപ്പോൾ കട്ട് ഓഫ് ഒരു മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യേണ്ട. നിങ്ങൾ മാക്സിമം ഒരു 85+ അല്ലെങ്കിൽ 90+ എന്നുള്ള റേഞ്ചിലേക്ക് നിങ്ങൾ മൈൻഡിനെ സെറ്റ് ചെയ്യുക. ആ രീതിയിൽ വേണം പേപ്പറിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ പറഞ്ഞതുപോലെ തന്നെ ബൗൺസർ ക്വസ്റ്റ്യൻസിന്റെ കാര്യം. ബൗൺസർ ക്വസ്റ്റ്യൻസ് നമ്മൾ അതിപ്പോൾ 23 ആണെങ്കിലും 22 ആണെങ്കിലും നമുക്ക് തൊടാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പാനിക് ആവേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ബൗൺസർ ക്വസ്റ്റ്യൻസ് ആർ ഫോർ എവരി വൺ ഇയർ. ബൗൺസർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മാത്രമല്ല, ബൗൺസർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, തൊടാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരേപോലെയാണ്. ആശയക്കുഴപ്പത്തിലാക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെയാണ്. ഇനി ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അത് എല്ലാവർക്കും ഒരേപോലെയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ടെൻഷൻ നിങ്ങൾ എടുത്തു കളയുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലൈക്ക് ഒരുപാട് ചിന്തിച്ച് കൂട്ടി കുളവാക്കണ്ട. ഇപ്പൊ പല കുട്ടികളുടെയും പ്രശ്നം വെച്ചാൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പലതും ആൻസർ, ഇപ്പൊ ഇന്ത്യൻ സ്ക്വിറൽസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മഷ്റൂംസിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, മൈക്രോ ഓർഗാനിസംസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സീ പോർട്ടിന്റെ ക്വസ്റ്റ്യൻ, ഒരുപാട് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ ആൻസർ കിട്ടുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പലരും തെറ്റിക്കാനുള്ള കാരണം വളരെ വളരെ ഡീപ്പർ ആയിട്ട് ചിന്തിക്കാൻ പോയതുകൊണ്ടാണ് അതിൽ പലതിന്റെ ആൻസർ തെറ്റിയത്. ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു ബേസിക് ലോജിക്കിൽ ചിന്തിച്ചാൽ, പല കോമൺ സെൻസിൽ ചിന്തിച്ചാൽ പല ക്വസ്റ്റ്യൻസും ആൻസറബിൾ ആയിരുന്നു, ഈവൻ 2023 അടക്കം. അപ്പോൾ ഒരുപാട് ചിന്തിച്ച് കൊളവാക്കണ്ട. പാസ്റ്റും ഫ്യൂച്ചറും വിട്ടേക്കൂ. അതായത് ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻസിനെ കുറിച്ചും ഇനി ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചും മറന്നേക്കൂ. ഏത് ക്വസ്റ്റ്യൻ ആണോ പ്രസന്റ്ലി നിങ്ങൾ പ്രസന്റ് നിങ്ങൾ ചെയ്യുന്നത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യൂ. then your chances of getting higher score is that is അല്ലെങ്കിൽ greater score is higher. Okay, അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ don't be in a hurry. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും ചെയ്യുമ്പോൾ അത് OMRൽ ആ ലൈക്ക് ബബിൾസ്, നിങ്ങൾ അതിന്റെ ആക്യുറേറ്റ് ആൻസേഴ്സ് അവിടെ തന്നെ ഷെയ്ഡ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അത് എൻഡിലേക്ക് വെക്കരുത്. എൻഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോകും. ഓക്കെ, അപ്പോൾ OMR ഒപ്പം തന്നെ ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്തെക്കുറിച്ച് നിങ്ങൾ വളരെ വിജിലന്റ് ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ഈസി ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കുകയും ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സമയം ഇല്ലാണ്ട് വരികയും ചെയ്യുന്നത് ബ്ലണ്ടർ ആണ്. അപ്പൊ മേക്ക് ഷുവർ ദാറ്റ് ഈസി ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് ഫിനിഷ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് 50-50 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി നമുക്ക് നോക്കി കണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചും കൂടി സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ എനിവേ നമുക്ക് 120 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ പ്രോപ്പർ ടൈം മാനേജ്മെന്റ്, യു ഷുഡ് ഹാവ് എ റിസ്റ്റ് വാച്ച്, അനലോഗ് വാച്ച്. അപ്പം ഡിജിറ്റൽ വാച്ച് പെർമിസിബിൾ അല്ല. അപ്പോൾ ടൈമിനെ കുറിച്ചും കൃത്യമായ ധാരണ നിങ്ങൾക്ക് എവരി 30 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ആ ഒരു ധാരണ യു ഷുഡ് ഹാവ്. മറ്റൊന്ന് CSAT ആണ്. CSATന്റെ കാര്യം ഞാൻ പറയുമ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ CSAT എന്ന് പറയുന്നത് നമ്മുടെ ഗെയിം ചേഞ്ചർ ആണ്. ഇപ്പോൾ പേപ്പർ 1 കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നിങ്ങൾ അതിന്റെ 3 മണിക്കൂർ കണ്ടിന്യൂസ് 11:30 ശേഷം 2 മണി വരെ അല്ലെങ്കിൽ 2:30 വരെ അതിന്റെ ഡിസ്കഷനുമായിട്ട് ഇരിക്കരുത്. പേപ്പർ 1 കഴിഞ്ഞാൽ അതവിടെ വെച്ചേക്കോ, ഒരു ഡിസ്കഷന്റെ ആവശ്യമില്ല.
പോയി നിങ്ങൾ ഫുഡ് കഴിക്കുക, തിരിച്ചു വരിക, CSAT ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. CSAT ചെയ്യുമ്പോൾ അഗൈൻ ഐ എം ടെല്ലിങ് യു, നിങ്ങൾക്ക് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ടഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ മാത്സ് ഏരിയാസ് ഉണ്ട്, റീസണിങ്ങിലും ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയാസ് ഉണ്ട്, കോംപ്രിഹെൻഷനിലും ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയാസ് ഉണ്ട്. സോ ഇതിന് ഈക്വൽ വെയിറ്റേജ് കൊടുക്കൂ CSAT-ൽ. ഓക്കെ, നമുക്ക് ആകെ 80 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, 67 മാർക്ക് മതി. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്സിൽ നിന്നും റീസണിങ്ങിൽ നിന്നും കോംപ്രിഹെൻഷനിൽ നിന്നും ചെയ്യുക. ടഫർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് റൗണ്ട്, സെക്കൻഡ്, തേർഡ് റൗണ്ട്സിലേക്ക് മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ CSAT-ഉം വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദർ ആർ ഈസി ഓർ മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ഫോർ എവ്രി വൺ. യു സോൾവ് ദം ഫസ്റ്റ്. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സാം ഹാള്, നമുക്കറിയാം ഈ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 9 മണിക്ക് തന്നെ എത്തണം. അപ്പോൾ കുറച്ച് നേരത്തെ നിങ്ങൾ അതിന്റെ ലൊക്കേഷൻ, നിങ്ങളുടെ സെന്ററിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്കുള്ള ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നേരത്തെ ഐഡിയ ഉണ്ടാക്കി എങ്ങനെ എത്തണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ധാരണയുണ്ടാക്കുക. ഒരു 9 മണിക്ക് മുമ്പേ തന്നെ, ഒരു 10-15 മിനിറ്റ് മുമ്പേ തന്നെ അവിടെ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ യു ഹാവ് ടു ക്യാരി യുവർ അഡ്മിറ്റ് കാർഡ്, യുവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, ഓർ ദിസ് ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ, വാട്ടർ ബോട്ടിൽ, അനലോഗ് വാച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്യാരി ചെയ്യുക. നേരത്തെ എത്താനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും ലേറ്റ് ആവരുത്. അപ്പം തലേ ദിവസം തന്നെ അല്ലെങ്കിൽ നേരത്തെ തന്നെ അങ്ങോട്ടേക്കുള്ള റൂട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ സ്ക്രോൾ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്തേക്കോ. 1-2 ദിവസത്തേക്ക് അങ്ങ് പ്രിലിംസ് കഴിയുന്നോളം വരെ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഒരുപാട് സ്ക്രോൾ ചെയ്ത് സമയം കളയുന്ന ആൾക്കാരാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ മേക്ക് യുവർ സെൽഫ് കോൺഫിഡൻറ്റ് ആൻഡ് പ്ലീസിങ് ഓൾവേസ്. ഓക്കെ, കാരണം ഈ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡും അതിൽ മാറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഒന്നിലും വിജയിക്കത്തില്ല, എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല, എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ആയിട്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ ലൈഫിലെ റിസൾട്ട്സും അങ്ങനെയായിരിക്കും. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുന്നു, അതിനോടൊപ്പം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് അല്ലെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. ഓക്കെ, അപ്പോൾ ഓൾവേസ് ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇനിയുള്ള ദിവസങ്ങൾ PYQs ചെയ്യുക, റിവിഷൻസ് ചെയ്യുക, വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ അങ്ങ് എടുത്തു കളഞ്ഞേക്കുക. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു. അപ്പം ഒറ്റ കാര്യം കൂടി ചിന്തിക്കുക, പേപ്പർ ടഫ് ആണെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും, പേപ്പർ ഈസി ആണ്, മോഡറേറ്റ് ആണെങ്കിൽ അതും പ്രിപ്പയർ ചെയ്ത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. അപ്പം മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട. Everyone is your competitor. Okay, you are also competing for like cracking this exam. അപ്പോൾ മറ്റുള്ളവരെ കുറിച്ചുള്ള അനാവശ്യ ചിന്തകളോ ടെൻഷൻസോ കൺസേൺസിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ചിന്തിക്കേണ്ട, പ്രസന്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കൂ. ആൻഡ് ഡെഫിനറ്റ്ലി യു വിൽ ക്രാക്ക് ദിസ് എക്സാം. സോ ഓൺ ബിഹാഫ് ഓഫ് ദ എൻറ്റയർ Gallant AS family, yes, we wish you all the best and all success in your prelims examination. Best of luck, and stay confident, stay positive, give your best. All the best. Thank you.